വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് മൂവാറ്റുപുഴ നഗരസഭ ചെയർമാനും കൗൺസിലർമാരും. കീച്ചേരിപ്പടി കിഴക്കേക്കര പ്രദേശങ്ങളിലെ 9ഓളം പേരെയാണ് സംഘം സന്ദർശനം നടത്തിയത്. നഗരത്തിൽ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസും കൗൺസിലർമാരും. വ്യാഴാഴ്ച സ്വകാര്യ വ്യക്തിയുടെ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന കുട്ടികൾ അടക്കമുള്ളവരെയാണ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. കീച്ചേരിപ്പടി കിഴക്കേക്കര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള 9ഓളം പേരെയാണ് സംഘം സന്ദർശനം നടത്തി സുഖവിവരങ്ങൾ തിരക്കിയത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കമുള്ളവരാണ് പരിക്കേറ്റവരെ സന്ദർശിക്കുന്നതിനായി എത്തിയത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് അനിത ബാബുവും സംഘത്തിനൊപ്പം സന്ദർശനം നടത്തി. പരിക്കേറ്റ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം പറഞ്ഞു. നായയുടെ ആക്രമണത്തിൽ ഏകദേശം 7ഓളം കുട്ടികൾക്കും മുതിർന്നവർക്കും കടിയേറ്റ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ നേടുകയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം കൗൺസിലർമാരുടെ സംഘം ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് സന്ദർശിച്ച് അവരുടെ ക്ഷേമങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ വാക്സിനുകൾ എടുത്തുവരികയാണെന്നും 2 ഡോസ് വാക്സിനുകൾ എടുത്തുവെന്നും ചില ആളുകൾക്ക് നേരിയ ഭയമുണ്ടെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പട്ടിയുടെ ആക്രമണത്തിൽ 3-4 കുടുംബങ്ങളിലെ ഞങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചു. കുട്ടികളെ കണ്ടു. കുറച്ച് പേർക്കൊക്കെ കുറച്ച് പേടിയും എത്രയായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ വന്ന് എല്ലാവരെയും കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. കുഴപ്പമില്ല. എല്ലാവരും 2 വാക്സിൻ വീതം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വാക്സിനും കൂടെ കറക്റ്റായിട്ട് തന്നെ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. നഗരസഭ കൗൺസിലർമാരായ ജോളി മണൂർ, അമൽ ബാബു, അസം ബീഗം, ബിന്ദു ജയൻ, KK സുബർ, R രാകേഷ്, PV രാധാകൃഷ്ണൻ, ആശ അനിൽ, ബിന്ദു സുരേഷ്, നെജില ഷാജി, മീര കൃഷ്ണൻ, നിസ അഷ്റഫ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.